അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ രീതിയും ഭാവവും മാറുകയാണ്. പരമ്പരാഗത യുദ്ധ രീതികളിൽ നിന്ന് മാറി റഷ്യയുടെയും ചൈനയുടെയും സാങ്കേതിക സഹകരണത്തോടെ ഇറാൻ വികസിപ്പിക്കുന്ന അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയറിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന അമേരിക്കൻ സൈനികരെയാണ് നാം ഇന്ന് കാണുന്നത്. മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. വോൾന കുപ്പോൾ ഗാരന്റ് ഇത് റഷ്യൻ അധിഷ്ഠിത കമ്പനിയായ റോസിസ്കി കുപ്പോൾ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനമാണ്. യുദ്ധകളങ്ങളിൽ ഡ്രോണുകളും ആശയവിനിമയ ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാൻ ഉക്രൈൻ പ്രധാനമായി ഉപയോഗിക്കുന്ന അമേരിക്കൻ കമ്പനിയായ സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് നെറ്റ്വർക്കുകളെ തകർക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. സാധാരണ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ ഭൂമിയിലുള്ള സിഗ്നൽ റിസീവറുകളെയോ ഡ്രോണുകളെയാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ വോൾന കുപ്പോൾ ഗാരന്റ് വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഭൂമിയിലുള്ള സ്റ്റാർലിങ്ക് ടെർമിനലുകളെ തടയുന്നതിന് പകരം ബഹിരാകാശത്ത് ഏകദേശം 500 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണം ചെയ്യുന്ന സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകളിലേക്ക് നേരിട്ട് ഉയർന്ന ശക്തിയുള്ള റേഡിയോ സിഗ്നലുകൾ അയക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഈ സിസ്റ്റത്തിന് ഏകദേശം 62.5 മെഗാഹെർട്സ് ബാൻഡ് വിഡ്ത്തുള്ള 8 വ്യത്യസ്ത കമ്മ്യൂണിക്കേഷൻ ചാനലുകളാണ് ഉള്ളത്. അവ ഓരോന്നിനും ഒരേ സമയം ശക്തമായ ജാമിംഗ് സൃഷ്ടിക്കാൻ സാധിക്കും. ഒരു സമ്പൂർണ്ണ വോൾന കുപ്പോൾ സിസ്റ്റത്തിൽ 6 ട്രെയിലറുകളിലായി ഘടിപ്പിച്ച 8 പാരാബോളിക് ഡിഷ് ആന്റിനകൾ അടങ്ങിയിട്ടുണ്ട്. ഇവ തകർക്കപ്പെടാതിരിക്കാൻ പ്രത്യേക കവചങ്ങൾ കൊണ്ട് സംരക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിർദ്ദിഷ്ട പോയിന്റുകളിൽ നിന്ന് ഏകദേശം 20 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ സ്റ്റാർലിങ്ക് അധിഷ്ഠിത ഇന്റർനെറ്റ് ബന്ധവും GPS സിഗ്നലുകളും പൂർണ്ണമായി ജാം ചെയ്യാൻ ഇതിന് സാധിക്കും. മുന്നണി പോരാട്ടങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ തടയാൻ പ്രാദേശിക തലത്തിൽ സ്റ്റാർലിങ്ക് കണക്ടിവിറ്റി വിച്ഛേദിക്കുക എന്ന വലിയതും തന്ത്രപരവുമായ ഒരു പരിഹാരമായാണ് റഷ്യ ഈ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതിലേറെ ലോകത്തെ ഞെട്ടിച്ചത് ഇറാന്റെ പക്കലും സമാനമായ അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ ജാമിംഗ് സംവിധാനങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല, സ്റ്റാർലിങ്ക് ഉൾപ്പെടെയുള്ള ഉപഗ്രഹ ആശയവിനിമയങ്ങൾ, GPS, ഡ്രോണുകൾ എന്നിവയുടെ സിഗ്നലുകൾ തടസ്സപ്പെടുത്താൻ ഇറാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾ വലിയ തോതിൽ വികസിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാൻ തുടങ്ങിയെന്നതാണ്. റഷ്യയുടെ വോൾന കുപ്പോൾ സിസ്റ്റത്തിന് സമാനമായി പ്രവർത്തിക്കുന്ന ഇറാന്റെ ചില പ്രധാന സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സിഗ്നലുകൾ ഇറാനിലെ പ്രതിഷേധ സമയത്തും മറ്റും തടസ്സപ്പെടുത്താൻ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഇത്തരം ഹൈ പവർ സിഗ്നൽ ജാമറുകളായ സിയാദ് 3 സർബാൻ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചപ്പോൾ അമേരിക്കക്കും സ്റ്റാർലിങ്കിനും അതുണ്ടാക്കിയ നാണക്കേടും പരാജയവും ചില്ലറയായിരുന്നില്ല. വിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന അമേരിക്കയുടെ GPS സിസ്റ്റം, റഷ്യയുടെ ഗ്ലോനാസ് സിസ്റ്റം തുടങ്ങിയവയുടെ സിഗ്നലുകളെ തെറ്റിദ്ധാരണയിലാക്കുന്ന സ്പൂഫിംഗ് സാങ്കേതിക വിദ്യയിൽ ഇറാൻ വളരെ മുന്നിലാണ് എന്നതും വളരെ അത്ഭുതകരമാണ്. പേർഷ്യൻ ഉൾക്കടലിലൂടെ കടന്നു പോകുന്ന വിദേശ കപ്പലുകളെയും വിമാനങ്ങളുടെയും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ വിച്ഛേദിക്കാൻ ശേഷിയുള്ള ജാമറുകൾ ഇറാൻ അവരുടെ കപ്പലുകളിലും തീരദേശങ്ങളിലും ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. റഷ്യയും ഇറാനും തമ്മിൽ അടുത്ത സൈനിക സാങ്കേതിക പങ്കാളിത്തമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഇറാന്റെ ഷാഹിദ് ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് പകരമായി കൂടുതൽ ശക്തമായ റഷ്യൻ ഇലക്ട്രോണിക് വാർഫെയർ സാങ്കേതിക വിദ്യകളും അറിവുകളും ഇറാനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ കണക്കുകൂട്ടുന്നത്. ചുരുക്കത്തിൽ റഷ്യയുടെ വോൾന കുപ്പോൾ പോലെ സ്റ്റാർലിങ്കിനെയും മറ്റ് സാറ്റലൈറ്റ് നെറ്റ്വർക്കുകളെയും ലക്ഷ്യമിട്ട് സിഗ്നൽ അറ്റാക്ക് നടത്താനുള്ള പ്രാപ്തി ഇന്ന് ഇറാൻ സൈന്യത്തിനുമുണ്ട്. ചൈനീസ് ഹാൻഡ് ഹെൽഡ് ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റം എന്നത് ഒരാൾക്ക് തോളിൽ വെച്ചോ കൈകളിൽ പിടിച്ചോ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ എന്നിവയെ തകർക്കാൻ ഉപയോഗിക്കുന്ന ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ സംവിധാനമാണ്. പ്രധാനമായും 2 തരം സാങ്കേതിക വിദ്യകളാണ് ഇത്തരം ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് മാൻ പാഡ്സ് ആണ്, മാൻ പാഡ്സ് മിസൈൽ സിസ്റ്റം. ഇവ തോളിന് മുകളിൽ വെച്ച് ഒരു സൈനികന് ഒറ്റക്ക് പ്രയോഗിക്കാവുന്ന ചെറു മിസൈൽ ലോഞ്ചറുകളാണ്. ഇതിനെ മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം എന്നും പറയാറുണ്ട്. വിമാനങ്ങളുടെയോ ഹെലികോപ്റ്ററുകളുടെയോ എഞ്ചിനിൽ നിന്നുള്ള ചൂട് അഥവാ ഇൻഫ്രാറെഡ് ഹീറ്റ് അല്ലെങ്കിൽ ലേസർ റേഡിയേഷൻ പിന്തുടർന്ന് ചെന്ന് ലക്ഷ്യസ്ഥാനം തകർക്കുകയാണ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര ആയുധ വിപണിയിൽ ചൈന ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് ഇത്തരം FN6, FN16 മാൻ പാഡുകളാണ്. ഇതിലുപയോഗിക്കുന്ന ചൂടും ലേസറും ഡിറ്റക്ട് ചെയ്ത് ലക്ഷ്യം കണ്ടുപിടിക്കുന്ന അത്യാധുനിക പ്രതിരോധ മിസൈൽ സിസ്റ്റമാണ്
ക്വാൻവി 1, ക്വാൻവി 2, ക്വാൻവി 3 എന്നിവ. താഴ്ന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, വലിയ ഡ്രോണുകൾ എന്നിവയെ 5-6 കിലോമീറ്റർ ദൂരപരിധിയിൽ വെച്ച് പൂർണ്ണമായി തകർക്കാൻ ഇതിന് സാധിക്കും. രണ്ടാമത്തേത് ഹാൻഡ് ഹെൽഡ് ഡ്രോൺ ജാമറുകളാണ്. ഇന്ന് യുദ്ധക്കളങ്ങളിൽ പോർവിമാനങ്ങളെക്കാൾ ഭീഷണിയാവുന്നത് ചെറിയ ഡ്രോണുകളും കമിക്കാസെ ഡ്രോണുകളുമാണ്. അവയെ നേരിടാൻ തോക്കിന്റെ രൂപത്തിൽ കൈകളിൽ പിടിക്കാവുന്ന ഇലക്ട്രോണിക് ആന്റി ഡ്രോൺ ഗണ്ണുകൾ ഇപ്പോൾ ചൈന വൻതോതിൽ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇവ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ മിസൈലുകൾ തൊടുക്കുന്നില്ല. പകരം ശക്തമായ റേഡിയോ സിഗ്നലുകളും GPS സിഗ്നലുകളും അയച്ച് ഡ്രോണും അതിന്റെ ഓപ്പറേറ്ററും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് ചെയ്യുന്നത്. ഒരേ സമയം ഡ്രോണിന്റെ ക്യാമറ ഫീഡ്, കൺട്രോൾ സിഗ്നൽ, സാറ്റലൈറ്റ് നാവിഗേഷൻ എന്നിവ ഇത് ജാം ചെയ്യും. അതോടെ സിഗ്നൽ നഷ്ടപ്പെടുന്ന ഡ്രോൺ ഒന്നുകിൽ അവിടെ തന്നെ താഴേക്ക് പതിക്കുകയോ അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് തിരികെ പറക്കുകയോ ചെയ്യും. പരമ്പരാഗത യുദ്ധമുറകളിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ച ഇന്നത്തെ സാഹചര്യത്തിൽ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമുള്ളതായ ഇത്തരം പോർട്ടബിൾ ചൈനീസ് പ്രതിരോധ ഉപകരണങ്ങൾക്ക് അന്താരാഷ്ട്ര ആയുധ വിപണിയിൽ ആവശ്യക്കാർ വളരെയേറെയാണ്. ഏറെ പ്രാധാന്യം അറിയിക്കുന്നതും ലോകം ഉറ്റുനോക്കുന്നതുമായ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഇത്തരം നിരവധി ആയുധങ്ങളുമായി വലിയ കുറെ ചൈനീസ് കാർഗോ വിമാനങ്ങൾ ഇറാനിലെത്തിയതായുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ രീതിയും ഭാവവും മാറുകയാണ്. പരമ്പരാഗത യുദ്ധരീതികളിൽ നിന്ന് മാറി റഷ്യയുടെയും ചൈനയുടെയും സാങ്കേതിക സഹകരണത്തോടെ ഇറാൻ വികസിപ്പിക്കുന്ന അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയറിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന അമേരിക്കൻ സൈനികരെയാണ് നാം ഇന്ന് കാണുന്നത്. യുദ്ധത്തിൽ ആറ്റം ബോംബ് എന്ന ഉമ്മാക്കിക്കൊണ്ട് ഒരു രാജ്യത്തെ ഭയപ്പെടുത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടെങ്കിൽ പിന്നെ പരമ്പരാഗത ആയുധങ്ങളുമായി വലിയ സൈനിക ശക്തി എന്ന പദവി നിലനിർത്താൻ ഒരു രാജ്യത്തിനും ഇന്ന് സാധിക്കില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത.